മാർത്തോമ വാഴുന്ന നാട്ടിൽ നിന്നും വൻകര തോറും തീ കത്തിപ്പടരട്ടെ. ഹോളി ഫയർ brought to the height with the Holy Spirit. പുത്രന് പരിശുദ്ധാത്മാവിന് സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദൈവജനത്തിൻ്റെ തീമഴ എന്ന വലിയ ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം അതിൻ്റെ 11-12 വചനം. അപ്പോസ്തലന്മാർ സഭയോട് പറഞ്ഞ വലിയൊരു വചനമാണ്, ലോകത്തിന് കൊടുത്ത വചനമാണ്. വീട് പണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു, ആ കല്ലാണ് യേശു, മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഇത് പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും പ്രഖ്യാപനമാണ്. അവർ ധൈര്യമായിട്ട് ജനത്തോട് പ്രഖ്യാപിക്കുകയാണ്, വീട് പണിയുന്നവരായ നിങ്ങൾ മൂലക്കല്ലിനെ തള്ളിക്കളഞ്ഞു. ഒരു വീട് പണിയുമ്പോൾ അതിന് ഏറ്റവും അടിസ്ഥാനമായിട്ട് വീടൊക്കെ പണിയുന്നത് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും നല്ല സ്ട്രോങ് ആയിട്ടൊരു കല്ലെടുത്ത്, നല്ല ഷേപ്പുള്ള കല്ലെടുത്ത്, അതാണ് മൂലക്കല്ല്, ഒന്നാമത്തെ കല്ലായിട്ട് വെച്ചിട്ട് അതിനോട് ചേർത്ത് വെച്ച് മറ്റ് കല്ലുകൾ ചേർത്താണ് ഇവർ വീട് പണിയുന്നത്. മേസ്ത്രിമാരൊക്കെ വീട് പണിയുന്നത് കാണാൻ പറ്റും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇവിടെ പത്രോസും യോഹന്നാനും പറയാണ്, വീട് പണിയുന്നവരായ നിങ്ങൾ ഏറ്റവും നല്ല മൂലക്കല്ലിനെ തള്ളിക്കളഞ്ഞു, എന്നിട്ടാണ് നിങ്ങൾ വീട് പണിഞ്ഞത്. അപ്പോൾ മൂലക്കല്ലാകുന്ന ക്രിസ്തുവിൽ നിങ്ങൾ വീട് പണിയണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഈ ക്രിസ്തുവിലാണ് നമ്മുടെ ജീവിതം പണിതുറപ്പിക്കുന്നതെങ്കിൽ അത് ഒരിക്കലും തകരില്ല. ഈ സ്ട്രോങ് ആയിട്ടുള്ള മൂലക്കല്ലായ ക്രിസ്തുവിലാണ് നമ്മുടെ ബിസിനസ് ആരംഭിച്ചതെങ്കിൽ, നമ്മുടെ ജോലി ആരംഭിച്ചെങ്കിൽ, നമ്മുടെ ദാമ്പത്യ ജീവിതം ആരംഭിച്ചെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം ആരംഭിച്ചെങ്കിൽ, നമ്മുടെ ശുശ്രൂഷ ആരംഭിച്ചെങ്കിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളും ഈ ക്രിസ്തുവിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ക്രിസ്തുവിലൂടെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവൻ അടിസ്ഥാനമായതുകൊണ്ട്, ഇവൻ ഉയർന്ന പാറയും ഇവൻ ഉന്നത ശക്തിയുമായതുകൊണ്ട് ഈ പാറയാകുന്ന കർത്താവിനെ തകർക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. അതാ കർത്താവ് പറഞ്ഞത്, വീട്, അതായത് മണലിൻ്റെ പുറത്ത് വീട് പണിയുന്ന ഭോഷനായ മനുഷ്യനെ കുറിച്ച് പറയുന്നു. അവനിതാ മണലിൽ വീട് പണിതു, വലിയ കാറ്റടിച്ചു, മഴ പെയ്തു, വെള്ളം ഒഴുകി വന്നു, ഈ വീടിനെ വീഴ്ത്തി കളഞ്ഞു. എന്നാൽ ബുദ്ധിമാനായ മനുഷ്യൻ പാറയുടെ പുറത്ത് വീട് പണിതു, അതൊരിക്കലും തകർന്നു പോകുന്നില്ല. കാറ്റടിച്ചപ്പോഴും മഴ പെയ്തപ്പോഴും വെള്ളം ഒഴുകി വന്നപ്പോഴും അത് തകർന്നു പോകുന്നില്ല. ഈ പാറ ക്രിസ്തുവാണ്. അപ്പൊ ക്രിസ്തുവാകുന്ന പാറയിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം നമ്മൾ ആരംഭിച്ചാൽ ഒരിക്കലും പലപ്പോഴും ക്രിസ്ത്യാനികളെന്ന് പറയും അവകാശപ്പെടുന്ന നമ്മൾ പോലും ഈ ക്രിസ്തുവിൽ നിന്ന് ഒത്തിരി മാറിപ്പോകുന്നു. ക്രിസ്തുവിൻ്റെ 2ാം സ്ഥാനമോ 3ാം സ്ഥാനമോ 4ാം സ്ഥാനമോ കൊടുത്തുകൊണ്ട് ഞായറാഴ്ച കുർബാന പോലും മാറ്റിവെച്ച്, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ഒക്കെ മാറ്റിവെച്ചിട്ട് ക്രിസ്തു എന്ന ചിന്ത മാറ്റിവെച്ച് ലോകത്തിൻ്റെ മോഹങ്ങളുടെയും ലോകത്തിൻ്റെ സുഖങ്ങളുടെയും ഒക്കെ പുറകെ മാത്രം പാഞ്ഞു നടക്കുമ്പോൾ ഓർക്ക് ജീവിതത്തിൽ ചില സമയത്ത് വലിയ കാറ്റടിക്കുമ്പോൾ, വലിയ പെരുമഴ പെയ്യുമ്പോൾ, ഈ തകർച്ചകളും വേദനകളും നൊമ്പരങ്ങളുമാകുന്ന കൊടുങ്കാറ്റും പേമാരിയും കടന്നു വരുമ്പോൾ ഈ ജീവിതവും ഈ കുടുംബം മൊത്തം താഴെ വീണ് തകർന്നു പോകുന്നത് കാണാൻ പറ്റും. എന്നാൽ ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ നമ്മൾ പണിതുയർത്തപ്പെട്ട വീടാണെങ്കിൽ, നമ്മുടെ കുടുംബമാണെങ്കിൽ, അതൊരിക്കലും സാത്താനോ അവൻ്റെ ശക്തികൾക്കോ ആർക്കോ നശിപ്പിക്കാൻ കഴിയില്ല എന്ന വചനമാണ് ഇവിടെ അപ്പോസ്തലന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അവർ പറയുകയാണ്, പത്രോസും യാക്കോബും യോഹന്നാനും പറയുകയാണ്, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി വേറെ ഒരു നാമവും നൽകപ്പെട്ടിട്ടില്ല, ഈ ക്രിസ്തു എന്ന നാമം അല്ലാതെ മറ്റൊരു നാമവും ഇല്ല എന്ന് പറയാം. അതാണ് അപ്പോസ്തലൻ 16-ാം അധ്യായത്തിൽ 25 മുതലുള്ള വചനത്തിൽ കാരാഗ്രഹ പ്രമാണി തടവറയിൽ നിന്ന് പൗലോസും കൂടെയുള്ളവരും ഒക്കെ രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ മരിക്കാനായിട്ട്, തന്നെ വാളൂരി കൊല്ലാൻ വേണ്ടി തയ്യാറാകുന്നുണ്ട്. അപ്പോൾ പൗലോസ് പറയുന്നുണ്ട്, നീ അങ്ങനെ ചെയ്യരുത്, ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ തടവറ മൊത്തം തുറന്നുപോയി, എല്ലാവരുടെയും കയ്യിലെ ചങ്ങലകൾ അഴിഞ്ഞു വീണു. ഇതെല്ലാം കണ്ട് പേടിച്ച് വിറച്ച് വന്ന കാരാഗ്രഹ പ്രമാണി ഈ അപ്പോസ്തലന്റെ അടുക്കൽ വന്നിട്ട്, ഈ പൗലോസിന്റെ അടുക്കൽ വന്നിട്ട്, പൗലോസിന്റെ അടുക്കൽ വന്നിട്ട് അവരിങ്ങനെ കാലിൽ വീണിട്ട് പറയാൻ, സഹോദരന്മാരെ രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? സഹോദരങ്ങളെ രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ഇവിടെ പൗലോസിഹ പറയുകയാണ്, അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായം അതിൻ്റെ 31-ാം വചനം. അവൻ പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു ആകാശഭൂമി സൃഷ്ടിച്ച ദൈവം, ഒന്ന് ഓർന്ന് സെറ്റ് 5-6 ദൈവങ്ങളിൽ നിന്ന് വിളിക്കപ്പെടുന്നവർ ആകാശത്തിലും ഭൂമിയിലും ഉണ്ടെന്നിരിക്കട്ടെ. അങ്ങനെ പല ദേവന്മാരും നാഥന്മാരുണ്ട്. അല്ലെങ്കിൽ നമുക്ക്
ഒരൊറ്റ ദൈവമുള്ളൂ. സർവ്വതും സൃഷ്ടിച്ചവനായ പിതാവും സർവ്വതിനെ പരിപാലിക്കുന്നവനായ നമ്മുടെ കർത്താവും. അപ്പോൾ ഈ കർത്താവിൽ, സർവ്വതിനെ സൃഷ്ടിച്ചവനായ ഏകദൈവത്തിൽ, സർവ്വതിനെ പരിപാലിക്കുന്നവനായ ഏകദൈവത്തിൽ, സർവ്വതും സൃഷ്ടിച്ചവനായ ഏകദൈവത്തിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കുമ്പോൾ, ആ ദൈവത്തെ കൂടെ നിർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതം ആരംഭിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഒരിക്കലും തകരില്ല. കർത്താവ് ഉറച്ചുകൂടെ നിൽക്കും. അപ്പോൾ ഉയർന്ന പാറയാകുന്ന ഉന്നത സ്ട്രോങ് ആയിട്ടുള്ള ആ പാറയിൽ നമ്മുടെ ജീവിതവും നമ്മുടെ കുടുംബവും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളും ഉറപ്പിക്കാൻ, അതിൽ പണിതുയർത്താൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. ആ കുടുംബം, ആ ജീവിതം തകർക്കാൻ ഒരിക്കലും ഒരു ശക്തിക്കും സാധ്യമല്ല. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിനെ രക്ഷകനും നാഥനും ദൈവമായി സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ യാത്ര നമുക്ക് ആരംഭിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. Holy fire, brought to the height with the Holy Spirit.